ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വയനാട്ടിലൊരു കല്യാണം ഉണ്ട്, അത് കൂടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബസ് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒരു 6 മണി സമയത്താണ് ഞങ്ങൾ പോണത്. നല്ല ഞായറാഴ്ചയാണ് കല്യാണം വരുന്നത്, അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്, അടിപൊളിയാണ്. പാട്ടൊക്കെ ഇട്ടിങ്ങാണ്ട് നല്ല ചില്ലായിട്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് പോവുകയാണ്. ബസ്സൊന്ന് മൂവായി തുടങ്ങിയപ്പോൾ തന്നെ മാമന് ഓരോന്നായിട്ട് എടുത്ത് വരുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ബേക്കറിയും കാര്യങ്ങളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കടലമുട്ടായി പൊട്ടിച്ചിട്ടുണ്ട്. കടലമുട്ടായി പൊട്ടിച്ച് എല്ലാവർക്കും ഓരോന്നായിട്ട് ഓരിച്ച് കൊടുക്കുന്നുണ്ട് മാമന്. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു, അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോയി. കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്ത് ഇറങ്ങിയപ്പോഴാണ് ഇത് ഈ ഒരു കടൻ്റെ മുന്നിൽ കുറേ ഊഞ്ഞാൽ കണ്ടത്. അപ്പോൾ അതിലെല്ലാവരും കയറി കുറേ നേരം കളിച്ചൊക്കെ ചെയ്തു. പിന്നെ ബസ്സിൽ പാട്ടിട്ട് ഡാൻസ് കളിച്ചാൽ ഞങ്ങൾ ഈ കുറച്ച് പെൺകുട്ടികൾ മാത്രമായതുകൊണ്ടും പിന്നെ കൂടുതൽ ഉപ്പ ഉമ്മമ്മ ഓലൊക്കെ ഉണ്ടാകൊണ്ട് ഓലിക്ക് ഈ പാട്ടിട്ട് കളിച്ചതും ഇതാക്കണതും അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പം ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് കുട്ടികൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എൻജോയ്മെൻ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ്. ബേഗ് കോയൊക്കെ കല്യാണത്തിന് കയറിയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മൾ അവിടെ കണ്ട വ്യൂ, വയനാടിൻ്റെ വ്യൂ, കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെ ബസ്സത്തെ വിശേഷങ്ങൾ മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയിലടക്ക് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് ഞങ്ങൾ കുറച്ച് നേരം ചുരത്തിൽ ബ്ലോക്കിലൊക്കെ നിന്നു. അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പോരുമ്പോഴാണ് ഞങ്ങൾക്ക് നല്ല പണി കിട്ടിയത്. ഞങ്ങളൊരു 3 മണിക്കൂറാണ് പോസ്റ്റായത് ചുരത്തുമ്മേ. കാരണം 2ാം വളവിൽ ഒരു മരം വീണെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ കട്ട പോസ്റ്റായി. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വയനാട് ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വീടുകൾ ഉണ്ടാക്കി കൊടുത്തത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി.